ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വർക്ക് ഈ ഒരു വീടിൻ്റെ പ്ലംബിംഗ് വർക്ക് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇലക്ട്രിക് വർക്ക് നമുക്ക് ഇതിന് മുന്നേ ഇതിന് വെട്ടി വയർ പൈപ്പ് ഇടുന്നതും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു. അത് കാണാത്തവർ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, അതൊന്ന് കയറി കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ഇതിൽ ചെയ്യുന്നത് നമ്മൾ 4 ബാത്റൂം കേട്ടോ. അടിയിൽ 2 ബാത്റൂം, മുകളിൽ 2 ബാത്റൂം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പെയിൻറ്റിങ്ങിന് മുന്നേ വൈറ്റ് വാഷ് അടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ പ്ലംബിങ് ചെയ്യാൻ അവസരം കിട്ടി എന്നുള്ളതാണ്. കാരണം നമ്മൾ മുകളിൽ നിന്നൊക്കെ ലൈനുകൾ അടിച്ച് ഇറക്കുമ്പോൾ അതിൻ്റെ പിന്നെ പൊട്ടിച്ച ഭാഗങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ തേച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കും, ഇതിങ്ങനെ ചെയ്യണോണ്ട്. എന്നാൽ പിന്നെ ഒരു ടച്ചപ്പിൻ്റെ ആവശ്യം വരുന്നില്ല, പെയിൻറ്റിങ്ങേര് ക്ലിയർ ചെയ്ത് പോയിക്കോളും. പിന്നെ ഈ ഒരു ബാത്റൂം പ്ലംബിങ് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ. അത് ഭയങ്കര പൊടി, എല്ലാ ഇലക്ട്രീഷ്യന്മാരും അനുഭവിക്കുന്ന കാര്യമാണ്. അതായത് ബാത്റൂമിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ പൊടി പുറത്ത് പോകാനുള്ള ചാൻസ് ഇല്ല. ഞങ്ങൾ ചെയ്യുന്ന കട്ടർ അങ്ങനത്തെ കട്ടർ ആയതുകൊണ്ട് ഗ്രൈൻഡറാണ്, സാധാരണ ഗ്രൈൻഡറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊടി നല്ലോണം ഉണ്ടാവും. പിന്നെ തേപ്പേര് തന്നൊരു പണി കേട്ടോ. അത് ഗ്രൗട്ട് കണ്ടമാനം ഗ്രൗട്ട് കൊണ്ടുപോയിക്കാണ്ട് ബാത്റൂം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് അല്ലാതെ നമുക്ക് കോൺക്രീറ്റും ചെയ്യാൻ പറ്റില്ല അവിടെ. അങ്ങനെ ചെയ്യാതിരുന്നാൽ, പൊട്ടിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് അടിയിൽ ഗ്യാപ്പ് ഉണ്ടാവും, പൊള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ യാതൊരു ബന്ധവും അടിയായിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാപ്പുകൾ ഇതേപോലെ കോൺക്രീറ്റ് ഇട്ടിട്ടാണ് അതിൽ ഉറപ്പിച്ച് വെക്കുക. പിന്നീട് അതിൻ്റെ മേലെ മണ്ണ് ഇട്ടിട്ട് പിന്നെ മേലെ കോൺക്രീറ്റ് ചെയ്യുക. ഇത് താഴത്തെ ബാത്റൂം കേട്ടോ. മുകളിൽ ഒരിക്കലും മണ്ണിടില്ല, മുകളിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് തന്നെ ചെയ്യുക. ഇത് ചെറിയൊരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വലിയ ബാത്റൂമാണ്. ഇതിൽ ഞങ്ങൾ വെറ്റേരിയ ആയിട്ട് മാറ്റുന്നുണ്ട്. ക്ലോസറ്റ് ഇരിക്കുന്ന ഭാഗം വെറ്റേരിയ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ, നമുക്ക് എപ്പോഴും ക്ലോസറ്റ് ഇരിക്കുന്ന ഭാഗം വാതിലിന് നമ്മൾ റൂമിൽ നിന്ന് കിടക്കുന്ന ഭാഗത്ത് വെറ്റേരിയ ആക്കാവും നന്നായിരിക്കുക. അതെല്ലാ വീട്ടുകാർക്കും അത്ര പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു വൃത്തി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഭാഗം എപ്പോഴും വെറ്റേരിയ ആയിട്ട് കിടക്കും, അല്ല ക്ലിയർ ആയിട്ട് വെള്ളമില്ലാതെ നിൽക്കും. പിന്നെ അതുമല്ല കുളിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഉള്ളിലേക്ക് മാറിക്കുമ്പോൾ റൂമുകളിലേക്ക് തീർക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതെല്ലാവർക്കും പറ്റില്ല. റൂമിൽ നിന്ന് കിടക്കുമ്പോൾ തന്നെ കാണണ്ടെന്നുള്ള എനിക്ക് അരുക്കമാക്കാൻ പറയുന്നതാണ്. അതുപോട്ടെ. അപ്പോൾ നമ്മൾ പിന്നെ പൈപ്പൊക്കെ ഇതുപോലെ തന്നെ നല്ല മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഈ മണ്ണ് ഇടുമ്പോൾ, പിന്നെ രണ്ടാമത് മണ്ണ് അതിന് മേലെ ഇടുമ്പോൾ മണ്ണ് ലോഡായിക്കാണ്ട് പൈപ്പ് പൾജാവും, അടിയിൽ മണ്ണൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ പുറത്ത് നല്ല മഴയാണ് പെയ്യുന്നത് കേട്ടോ. നല്ല മഴയാണ്, ഉള്ളിലേക്കൊന്നും വെളിച്ചൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ബൾബൊക്കെ ഇട്ടിട്ടാണ് പണി ചെയ്യണത്, കണ്ടില്ലേ. അപ്പോൾ മഴൻ്റെ ഒരു വിസിലും കൂടി എടുത്താണ്. അപ്പോൾ നല്ല മഴയാണ് പെയ്യുന്നത്. പുറത്തെ പണിയൊക്കെ പറഞ്ഞാൽ മഴത്തെന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കണേ. അങ്ങനെ ചില സമയത്തൊക്കെ മഴ ഒഴിവാകുമ്പോൾ അങ്ങനെയൊക്കെ പുറത്തെ പണികളൊക്കെ എടുക്കും. അതാണ് ഇപ്പോൾ സ്ഥിതി. മഴൻ്റെ സമയത്തൊക്കെ അങ്ങനെയാണ്. ബാത്റൂം നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞു, ഇപ്പോൾ വെറ്റേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ചെറിയ ബാത്റൂമിൽ നേരിട്ട് ഒന്നായിട്ട് ചെയ്താൽ കേട്ടോ. അവിടെ ഒന്നും അതിനുള്ള സൗകര്യമില്ല. വലിയ ബാത്റൂമിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുറത്തെ ലൈനിപ്പോൾ അങ്ങനെയാണ് അടിച്ചിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റ് ലെവലിൽ ചെയ്യാൻ പറ്റി. മുകളിലെ ബാത്റൂമും പിന്നെ താഴത്തെ ബാത്റൂമും ഒരേ ലെവലിൽ തന്നെ നമുക്ക് ഇത് അടിച്ചിറക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പിന്നെ ഇത് നമ്മളെ കിച്ചണിലെ ഇതാട്ടോ, സിങ്കിലേക്കുള്ള പോയിൻ്റാണ്. ഒന്ന് അത് ഫ്രഷ് വാട്ടറിൻ്റെയും ഇത് സിങ്കിലേക്കുള്ള ടാപ്പ് പോയിൻറ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റിൻ്റെ പൈപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്. ഫ്രഷ് വാട്ടറും മറ്റേ സിങ്കിലേക്കുള്ള ലൈനും ഞങ്ങൾ പുറത്തുകൂടെ കൺസൾട്ട് ചെയ്ത് ഇറക്കിക്കാണ്. തേപ്പ് കഴിഞ്ഞാൽ പിന്നെ അത്ര ലെങ്ത്തുള്ളതൊക്കെ ആകുമ്പോൾ ക്ലാമ്പ് ചെയ്ത് പോകണ്ടല്ലോ, വൃത്തികേടാക്കണ്ട വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നമുക്ക് ഒരു ബാത്റൂം മുകളിലും താഴത്തൊരു ബാത്റൂമാണുള്ളത്, ഒക്കെ നേരെയാണുള്ളത്. അപ്പോൾ ഇവിടെ രഞ്ജിത്തറ പോയിന്റ് ചെയ്ത് കൊണ്ടിരിക്കണം. ഈ നേരെ വെക്കണ ബാത്റൂമിൻ്റെ അടിയിലേക്ക് ഒരു വെന്റിലേറ്റർ കിടക്കുന്നുണ്ട്, അടിയത്തെ ബാത്റൂമിൻ്റെ സെൻട്രലായിട്ട്. അപ്പോൾ ആ വെന്റിലേറ്ററുള്ള കാരണം കൊണ്ട് പിന്നെ നമുക്ക് നേരിട്ട് അതിലുണ്ട് പൈപ്പ് ലൈൻ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അത് ബെൻഡിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ താഴത്തെ ബാത്റൂമൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾ എന്ത് ചെയ്യണം, ഈ വെന്റിലേറ്റർ താഴത്തെ ബാത്റൂമത്തെ എങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്താൽ നമുക്ക് ആ ലൈനുകളൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല സൗകര്യമാവും.
എഞ്ചിനീയർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം തന്നെ വീടിൻ്റെ ഭംഗി നോക്കണ കൂടത്തിൽ തന്നെ ഈ പ്ലംബിങ് ലൈന് അതേപോലെ പ്ലംബിങ് വയറിങ് ഇതിൻ്റെയൊക്കെ ഒരു ഇതും കൂടി അവരൊന്ന് കണക്കാക്കണം. കാരണം ഈ ലൈനുകളൊക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഭംഗി നോക്കി വരുമ്പോൾ ഈ പിന്നെ നമ്മൾ ലൈന് കൊണ്ടുപോകുന്നതോടെ അഭംഗിയായിട്ട് മാറും ആ വീടിന് കേട്ടോ. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു വെന്റിലേറ്റർ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ആ ലൈന് നേരെ ഇറക്കാൻ പറ്റിയിരുന്നു. പിന്നെ നമ്മൾ ടാങ്കിൽ നിന്നുള്ള ലൈനൊക്കെ കറക്റ്റ് മുകളിൽ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ അടി കൂടെ ഉള്ള ലൈനൊക്കെ മുറ്റൊക്കെ ലെവലാക്കിയിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വീട് വെട്ടിപ്പൊളിക്കേണ്ടൊന്നും ആരും ആവശ്യം വരുന്നില്ല. നമ്മളെ ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്ന ആളുകളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.